വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടന്നു. അത് ഭൂരിപക്ഷത്തിലെ മിന്നും വിജയം 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്കുള്ള കന്നിയംഗം പ്രിയങ്ക ഗംഭീരമാക്കിയത്. രാഹുൽ ഗാന്ധി ആദ്യമായി ചുരം കയറിയ 2019 വയനാട്ടുകാർ നൽകിയ ഭൂരിപക്ഷം 4,31,770 വോട്ട്. 2024 കുറവെങ്കിലും ഭൂരിപക്ഷം 3,64,422. രാഹുൽ മാറി പ്രിയങ്ക വരുമ്പോഴും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് വയനാട്ടുകാർ. ഭൂരിപക്ഷം 4,10,931. For giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there, and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. മണ്ഡലം രൂപീകൃതമായ 2009 ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് പോളിംഗ് ആയിരുന്നു ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നായിരുന്നു ആശങ്ക. എന്നാൽ കുറവ് വരിക LDF NDA വോട്ടുകളിലായിരിക്കുമെന്ന UDF വിലയിരുത്തൽ ശരിവെക്കുന്നതാണ് വയനാടൻ ജനവിധി. പോൾ ചെയ്ത വോട്ടിന്റെ 65% പ്രിയങ്ക ഗാന്ധി നേടി. കഴിഞ്ഞ തവണ രാഹുലിന് ലഭിച്ചത് 59.6% വോട്ടായിരുന്നു. 2014 MI ഷാനവാസിനോട് ഇഞ്ചോടിഞ്ച് പൊരുതിയ സത്യൻ മൊകേരി വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയെങ്കിലും വോട്ട് ശതമാനവും LDFന് കുറഞ്ഞു. വോട്ട് ശതമാനം ഇടിഞ്ഞത് 26-ൽ നിന്ന് 22-ലേക്ക്. അത് LDFും LDFിലെ പാർട്ടികളും അത് എന്താണെന്നുള്ള പരിശോധിക്കുന്നത്. എന്താണ് കുറയാൻ കാരണം? വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ LDFിൻ്റെ വോട്ടിൽ പോൾ ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കലായി സംഘടനാപരമായി LDFും LDFിലെ ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കും. NDAക്ക് ഇത്തവണയും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. 1,09,939 വോട്ടുകൾ മാത്രമാണ് നവ്യ ഹരിദാസിന് നേടാനായത്. കഴിഞ്ഞ തവണ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നേടിയത് 1,41,045 വോട്ടായിരുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളും രാഹുലിന് നൽകിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകി. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രിയങ്ക നേടിയ ഭൂരിപക്ഷം 2,02,436 വോട്ട്. അതിൽ വണ്ടൂർ മാത്രം നൽകിയത് 73,276 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുന്നതിൽ ഇത് നിർണായകമായി. കോൺഗ്രസിന് പാർലമെന്റിൽ പ്രാതിനിധ്യം വർദ്ധിച്ച 18ാം ലോക്സഭയിലേക്ക് പ്രിയങ്ക കൂടി എത്തുന്നത് ഇന്ത്യ സഖ്യത്തിന് കരുത്താകും. ഒപ്പം ഗാന്ധി കുടുംബത്തിലെ 3 പേർ പാർലമെന്റിൽ എത്തുന്നു എന്ന പ്രത്യേകതയ്ക്കും രാജ്യം സാക്ഷ്യം വഹിക്കും. വയനാട്ടിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18.